ഇടുക്ക് അത്യാവശ്യമാണ്. വേഗം വേഗം പ്ലീസ്. ആ ആ ഹലോ, ദൈവല്ലേ? ദൈവം ദൈവം. അതെ. എന്റെ ദൈവമേ, ഞാൻ എത്ര നേരം വിളിക്കണേ. എന്താ കാര്യം? ഞാന് നമ്മുടെ ഇന്ത്യയില്, കേരളത്തില്, തൃശ്ശൂര് മാളേന്ന് വിളിക്കണത്. ഇന്ത്യയില്. എന്റെ പൊന്ന് ദൈവമേ, പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഭയങ്കര യുദ്ധമാണ്. വെടിവെപ്പും ബോംബിടലൊക്കെ ആയിട്ട് പാകിസ്ഥാൻകാര് കേറിയിട്ട് നമ്മുടെ കുറെ ആൾക്കാരൊക്കെ കൊന്നത് അറിയാലോ. അപ്പൊ ഞങ്ങൾ ഇന്ത്യക്കാര് വെറുതെ ഇരിക്കോ? ഞങ്ങള് കേറി അങ്ങോട്ട് അടിച്ച്. പക്ഷെ ഇപ്പൊ ആകെ പ്രശ്നം രൂക്ഷമായിക്കൊണ്ടിരിക്കയാണ്. പാകിസ്ഥാൻ പറഞ്ഞത് അണുബോംബ് ഇടുന്ന. ദൈവം വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റില്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ശത്രുത ഇല്ലാണ്ട് എല്ലാവരും ഒന്ന് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിക്കാനായിട്ട് ഒരവസരം താന്റെ ദൈവമേ. ആണോ? എന്തെങ്കിലും ഒന്ന് ഞങ്ങൾക്ക് വേണ്ടിക്ക്. വേറൊന്നല്ല, മക്കളൊക്കെ ഇപ്പൊ പഠിച്ചൊക്കെ വലുതായി, അവരൊക്കെ ജോലിക്ക് കയറാൻ നിക്കണ്. ഇനി ഒരു വിശ്രമകാലം ആഗ്രഹിച്ചൊക്കെ നിന്നതാണ്. അതിന്റെ ഇടയില് ബോംബ് പൊട്ടാൻ പോണെന്ന് നിൽക്കണേ. സമാധാനം ഇല്ല, സന്തോഷവും ഇല്ല, ടെൻഷനാണ്. എന്റെ പൊന്ന് ദൈവല്ലേ, ഒരു തീരുമാനം ഉണ്ടാക്കിത്തായോ? മക്കളൊക്കെ പേടിച്ചിരിക്കാണ്. ബോംബ് വീഴും പറഞ്ഞിട്ട്. രാത്രി ഉറങ്ങാൻ വരെ പേടിപ്പ. അതെ, ഞാൻ വിചാരിച്ച ഒന്നും നടക്കില്ല. എന്നെ കൊണ്ട് ചെയ്യാന്നൊരു പരമാവധി ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ലേ? ഞാൻ ഈ ഭൂമി സൃഷ്ടിച്ചപ്പോഴേ മതവും ജാതിയും വർഗവും ഉണ്ടാക്കിയിട്ടൊന്നും അല്ല, ഞങ്ങൾക്കൊക്കെ ആശ്രയം ദൈവല്ലേ, വേറെ ആരുള്ള ആശ്രയിക്കാനായിട്ട്? അതുകൊണ്ടാ വിളിച്ചിങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്. എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. സോറി. അപ്പൊ ശരിയെന്നാ, ഉള്ള സമയം എല്ലാരും കൂടി ഒന്ന് പ്രാർത്ഥിക്ക്. നല്ലത് തോന്നിക്കാൻ എല്ലാവർക്കും. ശരി. പ്രാർത്ഥനയ്ക്കൊന്നും ഒരു കുറവില്ല. ഇനിയിപ്പൊ ജീവനോട് ഉണ്ടെങ്കിൽ വിളിക്കാം. ശരി. ദൈവം പോലും കൈവിട്ട അവസ്ഥയാണല്ല.